ബിസിനസ് രംഗത്തൊക്കെ പറയാറുണ്ട്, ദ വേഴ്സ്റ്റ് കസ്റ്റമർ ടീച്ചേഴ്സ് ദ ബെസ്റ്റ് ലെസൺസ്. പലപ്പോഴും വളരെ ടഫായിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വളരെ കഠിനമായ കസ്റ്റമേഴ്സൊക്കെയാണ്, അല്ലെങ്കിൽ അവർ നമ്മളോട് പെരുമാറുന്ന രീതി, അവർ തരുന്ന റിയാക്ഷൻസും ഒക്കെയാണ് ഒരു ബിസിനസ് രംഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല ലെസൺസ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് അധ്യാപന രംഗത്ത് ചിലപ്പോൾ വളരെ ടഫായിട്ടുള്ള ചില കുട്ടികളെയൊക്കെ നമുക്ക് കിട്ടും, വ്യത്യസ്തമായ ആവശ്യങ്ങളുള്ള ചില കുട്ടികളെയൊക്കെ കിട്ടും, പല പോരായ്മകളും കുറവുകളും ഒക്കെയുള്ള കുട്ടികളെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ജനറലായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്ന ഇത്തരം കുട്ടികളൊക്കെയാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ലെസനായി മാറേണ്ടത്. അപ്പോൾ ഒരു പുനർചിന്തനത്തിനുള്ള ഒരു അവസരമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ എങ്ങനെ പോയാൽ ഈ കുട്ടിയെ കുറച്ചുകൂടെ ഒന്ന് സ്വാധീനിക്കാൻ പറ്റും. ഇന്നത്തെ കുട്ടികളെക്കുറിച്ചൊക്കെ പല ടീച്ചേഴ്സും പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ മാനേജ് ചെയ്യാനൊക്കെ വലിയ പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ അവരെ മാനേജ് ചെയ്യുമ്പോഴാണ് നമ്മൾ മിടുക്കരായ അധ്യാപകരായി മാറുന്നത്. അവരാണ് നമ്മളുടെ ടീച്ചേഴ്സ്. അതുകൊണ്ട് അവരെ പഠിക്കാനും അവരെ സ്വാധീനിക്കാനും അവരെ രൂപാന്തരപ്പെടുത്താനും കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നമ്മൾ തോൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ അവർ പഠിക്കുന്നില്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പഠിപ്പീരുകളെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരു പുനർചിന്തനം നടത്തി എനിക്കെവിടെയാണ് മാറ്റങ്ങൾ വേണ്ടത്, എനിക്കെവിടെയാണൊരു തിരുത്തൽ വേണ്ടത്, ഞാൻ എവിടെയാണൊന്ന് അപ്ഗ്രേഡഡ് ആവേണ്ടത്, ഞാൻ എവിടെയാണൊന്ന് സ്കിൽഫുൾ ആകേണ്ടത്. ഇതാണ് അധ്യാപകന് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ കാലത്ത് വേണ്ട ഒരു ക്വാളിറ്റി. ഹാപ്പി ടീച്ചേഴ്സ് ഡേ.